ഈ 40 ഇയേഴ്സ് കഴിഞ്ഞാലും സെലിബ്രിറ്റീസ് ഒക്കെ എന്ത് വേഗ ഗർഭിണികളാവുന്നത്. അപ്പൊ പ്രഗ്നൻസി സാധാരണ പറയുന്ന പോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല എന്ന് ചിന്തിക്കുന്ന പലരും ഇപ്പോഴുണ്ട്. കരിയർ, നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ റൈറ്റ് പാർട്ട്ണറിനെ കണ്ടെത്തിയിട്ടില്ല, മെന്റലി നോട്ട് പ്രിപ്പയർഡ്, ഇവയെല്ലാം പ്രഗ്നൻസി വഹിക്കാൻ ഒരാൾക്ക് വാലിഡ് ആയിട്ടുള്ള റീസൺ തന്നെയാണ്. അത് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഏജ് ഇസ് ദ വൺ ഫാക്ടർ ദാറ്റ് നോബഡി ക്യാൻ നെഗോഷിയേറ്റ് വിത്ത്. ഇപ്പൊ എല്ലാവർക്കും ഫെർട്ടിലിറ്റി ഒരേപോലെ ആയിക്കൊള്ളണം എന്നില്ല. ചിലർക്ക് 40 ഇയേഴ്സ് ആയാലും എളുപ്പത്തിൽ കൺസീവ് ചെയ്യാം. പക്ഷെ ചിലർക്ക് 28, 30, 32 തന്നെ ചാലഞ്ചസ് തുടങ്ങുന്നവരും ഉണ്ട്. അപ്പൊ ഈ സെലിബ്രിറ്റി പ്രഗ്നൻസീസ് കണ്ടോ, സോഷ്യൽ മീഡിയ സക്സസ് സ്റ്റോറീസ് കണ്ടോ സമയം ധാരാളമുണ്ട് എന്ന് കരുതരുത്. അപ്പൊ അവരുടെ മുഴുവൻ കഥയൊന്നും നമുക്ക് അറിയില്ലല്ലോ. എഗ് ഫ്രീസിങ് ചെയ്തിട്ടുണ്ടാകാം, IVF ചെയ്തിട്ടുണ്ടാകാം, എത്ര പ്രാവശ്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഇനി ഡോണർ ഗാമേറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ, എത്ര വർഷം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഇതൊന്നും നമുക്കറിയില്ല. സോ ലൈഫ് ഗോൾസ് പ്ലാൻ ചെയ്യുമ്പോൾ ഫെർട്ടിലിറ്റിയും ഡെഫിനറ്റ്ലി പ്ലാൻ ചെയ്യണം. Because if motherhood is something you definitely want in the future, but you are not ready right now, consider discussing fertility preservation or egg freezing with a specialist while age is still on your side. നമുക്ക് പ്രഗ്നൻസി വൈകിക്കാം, പക്ഷേ ഈ ഫെർട്ടിലിറ്റി ഡിക്ലൈൻ വൈകിപ്പിക്കാൻ സാധിക്കില്ല. സോ ഡെഫിനറ്റ്ലി ഡിലേ ഇസ് എ പേഴ്സണൽ ചോയ്സ്, ബട്ട് ലെറ്റ് ഇറ്റ് ബി ആൻ ഇൻഫോംഡ് ചോയ്സ്, not one based on social media success stories alone.